ഗബ്രിക്ക് രാവിലെ മുതൽ ജാസ്മിനെ വലിയ മൈൻഡ് ഒന്നുമില്ല, ആകെ ഡിറ്റാച്ച്മെന്റ് ആണ്, ഒന്നും മിണ്ടുന്നുമില്ല, പറയുന്നുമില്ല. ആ ഒരു പട്ടാഭിഷേകത്തിന്റെ സമയത്ത് പോലും ഗബ്രി ആകെ ഡിസ്കണക്റ്റഡ് ആയിട്ട് നടക്കുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗബ്രി. ജാസ്മിനുമായിട്ട് പാച്ചപ്പ് ആയി എന്നാണ് കരുതിയത്. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ആ ഒരു പിണക്കം മട്ടായിരുന്നു. രണ്ടും കൂടി ലൈവ് കാണാനിരിക്കുന്നവരെ വട്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാപ്പി ഹസ്ബൻഡ് സിനിമയിലെ സലീം കുമാർ ആക്കുകയാണ് ഇവര് നമ്മളെ. രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതൊന്നെങ്കിൽ വൺ സൈഡ് ലവ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമാണ് എന്ന. പക്ഷെ ഇവർ തമ്മിൽ കുറച്ചു മുമ്പ് ലൈവിൽ നടന്നൊരു കോൺവെർസേഷൻ കേട്ടതിൽ പിന്നെ എനിക്ക് ആ ഒരു സംശയമേ ഇല്ല. ഇതുവരെ കിട്ടാതിരുന്ന ആ ഒരു ക്ലാരിറ്റി എനിക്ക് കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഒരു 80% കാര്യങ്ങൾ ഇങ്ങനെ ആവാനാണ് സാധ്യത. ജാസ്മിൻ ഗബ്രി ഇവര് രണ്ടുപേരും കളിച്ച ഒരു പ്രണയ നാടകമായിരുന്നു ഇത്. പുറത്തുനിന്ന് തന്നെ പ്ലാൻ ചെയ്ത് വന്ന ഒരു നാടകം. പക്ഷെ ഇതിനകത്ത് കയറിയപ്പോ ഗബ്രിക്ക് ജാസ്മിനോട് ആത്മാർത്ഥമായ ഫീലിങ്സ് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഈ സമയത്താണ് ജാസ്മിന്റെ വാപ്പയുടെ ആ ഒരു ഫോൺ കോൾ വരുന്നത്. ഇതിനുശേഷം ജാസ്മിൻ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ തുടങ്ങി. ബിഗ് ബോസ് ഒരു വളരെ ചെറിയ ലോകമാണ്, അല്ലാതെ വെളിയിലത്തെ പോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ. ഇവഞ്ച്വലി രണ്ടുപേരും വീണ്ടും അടുത്തു. പക്ഷെ ജാസ്മിന്റെ ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിന്റെ അവസാന ഭാഗമൊക്കെ ആയപ്പോഴത്തേക്കും. അത് ഗബ്രിക്ക് ഒരു അടിയായി പോയി. ജാസ്മിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അപ്രോച്ച് ഗബ്രി പ്രതീക്ഷിച്ചിരുന്നില്ല. വെളിയിൽ വെച്ച് ഇവര് പ്ലാൻ ചെയ്തതും ഇങ്ങനെ ആയിരുന്നിട്ടുണ്ടാവില്ല. ആ ഒരു സ്ട്രാറ്റജീനെ കൗണ്ടർ ചെയ്യാനാണ് ഗബ്രി ജാസ്മിനെ കൂട്ടുപിടിച്ച് ഒരുമിച്ച് നിർത്താൻ ശ്രമിച്ചത് ഇന്നലെ അർദ്ധരാത്രി. ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കാൻ തീരുമാനിച്ചതാണ് ഗബ്രി അരോസലപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ച് നമ്മുടെ മല്ലയ്യ ഒരു കാര്യം ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു. നോമിനേഷന്റെ സമയത്തും പിന്നീട് നെക്സ്റ്റ് ടീമിലുള്ളവരോടും പറയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ഗബ്രി ഇവരിൽ ഒരാൾ ഇവിടെ വേണം എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതാരാണ് എന്ന് എനിക്കറിയണം. ഈ സെയിം വാക്കുകളാണ് ജിൻഡോ ഉപയോഗിച്ചത്. ഗബ്രിനെയും ജാസ്മിനെയുമാണ് ജിൻഡോ ഓപ്പൺ നോമിനേഷന്റെ സമയത്ത് നോമിനേറ്റ് ചെയ്തത്. ജിൻഡോ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതി ഒന്ന് നിങ്ങൾ നോക്കൂ. എന്ത് കൃത്യമായിട്ടാണ് ജിൻഡോ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജാസ്മിൻ അവിടെ വേണം എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇൻഡിവിജ്വലായി കളിച്ചാൽ ഗബ്രിയേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാവും ജാസ്മിൻ. ഗബ്രി ഒരു BB മെറ്റീരിയൽ അല്ല, പക്ഷെ ജാസ്മിൻ ഒരു പക്ക BB മെറ്റീരിയൽ ആണ്, അതിലൊരു സംശയവുമില്ല. ഗബ്രി പുറത്തായാൽ മല്ലയ്യ പറഞ്ഞതുപോലെ ജാസ്മിന്റെ ഗെയിം ട്രാക്കിൽ കയറും. ഒറ്റയ്ക്ക് കളിക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു പോയിന്റും ജിൻഡോ പറഞ്ഞിരുന്നു കേട്ടോ. അതും വളരെ കറക്റ്റാണ്. ഗബ്രിയുടെ ഗെയിമിനെ കൗണ്ടർ ചെയ്ത് ജാസ്മിൻ പുറത്തേക്ക് വരണം ഈ ഒരു പ്രണയ നാടകത്തിൽ നിന്നും. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.